Dear students, in the last class we discussed about knowledge and various types of knowledge. പലതരത്തിലെ നോളജിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ഹൗ വിൽ യു റെപ്രസെൻറ്റ് നോളജ്? നോളജ് റെപ്രസെൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ 6 പ്രധാനപ്പെട്ട കേപ്പബിലിറ്റീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന മെഷീനിന് പഠിച്ചു. അതിലൊന്നാണ് ദ എബിലിറ്റി ടു റെപ്രസെൻറ്റ് നോളജ്. റെപ്രസെൻറ്റ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോളജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം. നോളജിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതൊരു പ്രത്യേക രീതിയിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അതിനെ നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീംസ് അഥവാ നോളജ് റെപ്രസെൻറ്റേഷൻ മോഡൽസ് എന്ന് വിളിക്കുന്നത്. So knowledge representation, it is a study of ways of how knowledge is actually pictured and how effectively it resembles the representation of knowledge in human brain. മനുഷ്യൻ്റെ ബ്രെയിനിൽ എങ്ങനെയാണ് നോളജ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പോൾ മനുഷ്യൻ്റെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നോളജ് സ്റ്റോർ ചെയ്യാനായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു ലിവിങ് ഒബ്ജക്റ്റാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതിനകത്ത് നോളജ് സ്റ്റോർ ചെയ്യാനായിട്ട് പ്രത്യേകമായ ഒരു റെപ്രസെൻറ്റേഷൻ സ്കീമും ഉണ്ട്. അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചതല്ല, നാച്ചുറലായിട്ട് ഉണ്ടായതാണ്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നതോ വായിക്കുന്നതോ ആയിട്ടുള്ള നോളജ് ഒരു പ്രത്യേക രീതിയിൽ അതിനകത്ത് സ്റ്റോർഡ് ആവുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സോ ആർട്ടിഫിഷ്യലി നോളജ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? അതാണ് കമ്പ്യൂട്ടറിൽ നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി റെപ്രസെൻറ്റഡ് ഓർ ഇറ്റ് ഹാസ് ടു ബി പിക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. വളരെ ഇഫക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്യണം. എങ്ങനെയാണോ ബ്രെയിനിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന നോളജ് ആവശ്യമനുസരിച്ച് വളരെ ക്വിക്കായിട്ട് എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ എടുക്കുന്നത്, അതുപോലെ വളരെ ക്വിക്കായിട്ട് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ നോളജ് സ്റ്റോർഡ് ആകണം. അതാണ് നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നോളജ് റെപ്രസെൻറ്റേഷൻ ഈസ് എ സ്റ്റഡി ഓഫ് how knowledge can be pictured and stored effectively inside the computer so that you can retrieve this knowledge for decision making, for processing, and just like human brain stores knowledge has to be stored artificially using knowledge representation schemes. Now, what are the characteristics of a good knowledge representation system? അപ്പോൾ നോളജ് വെറുതെ ഒരു കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് വിചാരിച്ചാൽ നടക്കത്തില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള മോഡൽസ് അഥവാ സ്കീംസ് നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്കീംസ് അനുസരിച്ച് നമ്മൾ നോളജിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാനൊക്കും. അപ്പോൾ നല്ല ഒരു റെപ്രസെൻറ്റേഷൻ സ്കീം ഉപയോഗിച്ച് വേണം നോളജിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാണ്? സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, റെപ്രസെൻ്റ് ചെയ്താൽ മാത്രം പോരാ. എപ്പോഴാണോ ആവശ്യം അത് ക്വിക്കായിട്ട് എടുത്ത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കണം. പ്രോസസ്സിങ്ങിന് വിധേയമാവാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോളജിന് സാധ്യമാകണം. സോ എ ഗുഡ് നോളജ് റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ഓർ സ്കീം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ നമ്പർ 1, ഇറ്റ് ഷുഡ് ഹാവ് വെൽ ഡിഫൈൻഡ് സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ്. ഈ നമ്മൾ കേൾക്കുന്ന അറിവായാലും കാണുന്ന അറിവായാലും വായിക്കുന്ന അറിവാണെങ്കിലും എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീം അതിൻ്റേതായ ഒരു സിൻടാക്സും സെമാൻറ്റിക്സും ഫോളോ ചെയ്യണം. അതുപയോഗിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒക്കും. 2, ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് നോളജ്. അടുത്തത്, നമ്മൾ ഒരു സിനേറിയോ വായിക്കുമ്പോൾ ആ സിനേറിയോയ്ക്കകത്ത് പലതരം അറിവുകളാണ് ഉള്ളത്. ഡിക്ലറേറ്റീവ് കാണാം, പ്രൊസീജിയറൽ കാണാം, കമ്പൈൽഡ് കാണാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ പഠിച്ച രൂപത്തിലുള്ള നോളജ് കാണാം. ഈ വ്യത്യസ്തമായ രീതിയിലുള്ള നോളജിനെ സ്റ്റോർ ചെയ്യാൻ സാധ്യമാക്കുന്ന ഒന്നാണ് ഒരു ഗുഡ് റെപ്രസെൻറ്റേഷൻ മോഡൽ എന്ന് പറയുന്നത്. 3, ഇറ്റ് ഷുഡ് ഹാവ് എ ഗുഡ് എക്സ്പ്രസീവ് കപ്പാസിറ്റി ടു കാറ്റലൈസ് ഇൻഫറൻസ് മെക്കാനിസം ആൻഡ് ഇറ്റ്സ് റീസണിങ് പ്രോസസ്. അതായത് നോളജ് റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിന് ഒരു നല്ല എക്സ്പ്രസീവ് കപ്പാസിറ്റി വേണം. അതായത് നമ്മുടെ പറയുന്ന സിനേറിയോയിൽ എന്താണോ പറയുന്നത് അത് വ്യക്തമായ രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സാധ്യത വേണം. അല്ലാതെ ലിമിറ്റേഷൻ ആയി കഴിഞ്ഞാൽ എന്താണോ പറയുന്നത് അത് അതേ അർത്ഥത്തിൽ ആർട്ടിഫിഷ്യലായിട്ട് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എത്രത്തോളം യാഥാർത്ഥ്യമായിട്ട് യോജിച്ച ഒരു റെപ്രസെൻറ്റേഷൻ ആണ് എന്നുള്ളതിന് പ്രസക്തി ഏറെയാണ്. അതുകൊണ്ടാണ്
നോളജ് റെപ്രസെൻറ്റേഷൻ സിസ്റ്റംസ് ഷുഡ് ഹാവ് ഗുഡ് എക്സ്പ്രസീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ത് അറിവ് നമ്മൾ പറഞ്ഞാലും അത് അതേപടി സ്റ്റോർ ചെയ്ത് ആർട്ടിഫിഷ്യലി സ്റ്റോർ ചെയ്ത് വെക്കണം. ഇനി ഇങ്ങനെ സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് കാറ്റലൈസ് എന്ന് പറഞ്ഞാൽ ത്വരിതപ്പെടുത്തുക. എന്തിനാണ്? ഇൻഫറൻസ് മെക്കാനിസം ഇൻ ഇറ്റ്സ് റീസണിങ് പ്രോസസ്സ്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത നോളജിനെ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി സാധ്യമാകുന്ന ഒന്നുമായിരിക്കണം റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി എഫിഷ്യൻറ്റ്, ദാറ്റ് ഈസ് യൂസ് ലിമിറ്റഡ് റിസോഴ്സ്. ഇനി വേറൊന്ന്, ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് റിസോഴ്സസും റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ CPU, ടൈം, പ്രോസസ്സിങ് പവർ, മെമ്മറി, ഇതെല്ലാം ഒരുപാടായിട്ട് ഉപയോഗിച്ചാലും സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ അതൊരു ഒപ്റ്റിമൽ ലെവലിൽ റിസോഴ്സസിനെ ഉപയോഗിച്ച് നോളജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന സിസ്റ്റംസ് ആണ് ബെസ്റ്റ് നോളജ് റെപ്രസെൻറ്റേഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോളജ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞു, നോളജ് റെപ്രസെൻറ്റേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് അറിഞ്ഞു. ഇനി വ്യത്യസ്തമായിട്ടുള്ള നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീംസ് ആണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് പറയാം. നോളജ് എന്ന് പറഞ്ഞാൽ അറിവ്, ഡാറ്റയ്ക്കും ഇൻഫർമേഷനും ഉപരിയായി നിൽക്കുന്ന ഒരു ഫോം ഓഫ് ഇലമെൻ്റ് ആണ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഓർ ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ നോളജ് ആർട്ടിഫിഷ്യലി സ്റ്റോർ ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിനകത്ത് പ്രത്യേകമായിട്ടുള്ള മോഡൽസ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യണം. അതിനൊരു അനലോഗി എന്താണെന്ന് വെച്ചാൽ, ഡാറ്റാബേസ് പഠിച്ചവരല്ലേ നിങ്ങൾ? നമുക്ക് കുറച്ച് ഡാറ്റ കമ്പ്യൂട്ടറിനകത്ത് DBMSനകത്ത് സ്റ്റോർ ചെയ്യണമെങ്കിൽ വെറുതെ കൊണ്ടുവന്ന് അങ്ങ് ടൈപ്പ് ചെയ്താൽ ഒക്കുമോ? ഇല്ല. അതിൻ്റെ ഗ്രാമർ, അതിൻ്റെ സിൻറ്റാക്സ് ഒക്കെ ഫോളോ ചെയ്ത് നമുക്ക് അതേപടി ക്വറീസ് ടൈപ്പ് ചെയ്ത് റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുന്നതും ഒക്കെ. അതുപോലെ നോളജിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? വ്യത്യസ്തമായിട്ടുള്ള നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീംസ് അവൈലബിൾ ആണ്. അതിലെ നല്ല റെപ്രസെൻറ്റേഷൻ സ്കീംസ് എന്ന് പറയുന്നത് ഏതാനും ചില ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യണം. എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി വാട്ട് ആർ ദ വേരിയസ് നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീംസ്? ഒന്ന്, ലോജിക്ക്. നിങ്ങളെ ഗേളി മിസ് പഠിപ്പിക്കുന്നത് ലോജിക്കാണ്. എന്താ ലോജിക്ക്? ബേസിക്കലി ലോജിക് ഈസ് എ മെക്കാനിസം ഇൻ വിച്ച് നോളജ് ക്യാൻ ബി റെപ്രസെൻറ്റ്. നോളജിനെ വളരെ സിംപ്ലിഫൈഡ് ഫോമിൽ, വളരെ ചുരുക്കത്തിൽ കോഡിഫൈഡ് ആക്കാനായിട്ടുള്ള രൂപത്തിൽ മാറ്റുന്ന ഒരു പ്രത്യേകതരം ഫോർമൽ ലാംഗ്വേജ് ആണ് ലോജിക്ക്. അപ്പോൾ ലോജിക്ക് ഈസ് എ ഫോർമൽ ലാംഗ്വേജ്, പ്രാക്ടിക്കൽ ലാംഗ്വേജ് അല്ല. C++ ഒക്കെ പ്രാക്ടിക്കൽ ലാംഗ്വേജ്. ഫോർമൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു തിയററ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലോജിക്കിനകത്ത് നമുക്ക് വലിയ വലിയ കോംപ്ലക്സ് സെൻറ്റൻസുകൾ വളരെ നൊട്ടേഷൻസിൻ്റെ ഉപയോഗിച്ച് P ആൻഡ് Q, P ഓർ Q, ഇഫ് P then Q എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ P implies Q. ഓക്കെ, അങ്ങനെ P implies Q implies R. ഇങ്ങനെ നമുക്ക് വലിയ വലിയ സെൻറ്റൻസുകളെ ചെറിയ ചെറിയ പ്രപ്പോസിഷൻസ് ആയിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് കണക്റ്റീവ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ. അത് ഒരു റെപ്രസെൻറ്റേഷൻ സ്കീമാണ്, നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീമാണ്. അപ്പോൾ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചെല്ലാം റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷം ലോജിക്കിനെ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാംഗ്വേജ്, പ്രൊലോഗ് ഒക്കെ എക്സാമ്പിളാണ്. ഈ പ്രൊലോഗ് പഠിച്ചു കഴിഞ്ഞാൽ ലോജിക്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോജിക്കിൽ എക്സ്പ്രസ് ചെയ്ത നോളജിനെ കൺവെർട്ട് ചെയ്ത് മാറ്റും. അതായത് പ്രൊലോഗ് എന്ന് പറയുന്ന ലാംഗ്വേജ്. അതുകൊണ്ട് പ്രൊലോഗ് വളരെ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാംസും ഇൻഫറൻസ് എഞ്ചിൻസും ഒക്കെ എഴുതാൻ ഉപയോഗിക്കും. ലോജിക്ക് ഒന്ന്, പ്രൊപ്പോസിഷണൽ, പ്രെഡിക്കേറ്റ് ആൻഡ് ഫസി. പ്രൊപ്പോസിഷണൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസാണ് പ്രൊപ്പോസിഷൻ. പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ്, ഫോർ ഓൾ, സം, ദെയർ എക്സിസ്റ്റ് എനി എന്നുള്ളത്. ഫസി ആകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പല സ്റ്റേറ്റിലുള്ള യെസ് ഓർ നോയ്ക്ക് പകരം ഇടയ്ക്കുള്ള ഒരു സ്റ്റേറ്റിലുള്ള ഒന്നാണ്. അപ്പോൾ പ്രെഡിക്കേറ്റ് ലോജിക്, പ്രൊപ്പോസിഷണൽ ലോജിക് ആൻഡ് ഫസി ലോജിക് ഓർ കോമൺലി ലോജിക് ഈസ് എ ഫോം ഓഫ് റെപ്രസെൻറ്റിംഗ് നോളജ്. രണ്ട്, റൂൾസ്. അതിനെ പ്രൊഡക്ഷൻ റൂൾസ് എന്ന് പറയും. ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ രൂപത്തിൽ നമുക്ക് നോളജിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് റൂൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെമാൻറ്റിക് നെറ്റ്. സെമാൻറ്റിക് നെറ്റ് എന്ന് പറഞ്ഞാൽ ER ഡയഗ്രാം വരയ്ക്കുന്നത് പോലെ നമ്മൾ വരയ്ക്കുന്നതാണ്. അങ്ങനെ ആദ്യം നമുക്ക് മനസ്സിലായ നോളജിനെ ഒരു പിക്ചോറിയൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യും. പിൽക്കാലത്ത് ഈ പിക്ചോറിയൽ ഫോമിലുള്ള സംഭവത്തെ കൺവെർട്ട് ചെയ്ത് കോഡിഫൈ ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്തത് ഫ്രെയിംസ് ആൻഡ് സ്ക്രിപ്റ്റ്. ഫ്രെയിംസ്, സ്ക്രിപ്റ്റും മറ്റ് രണ്ട് നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീമാണ്. ഇതെല്ലാം എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. വി വിൽ സി വൺ ബൈ വൺ. ഓക്കെ,
അപ്പോൾ ലോജിക്ക് മിസ്സ് പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ലോജിക്കിനെ കുറിച്ച് ഒരു പിന്നെ പേജിൽ സമ്മറൈസ്ഡ് ചെയ്ത് എഴുതി വെക്കണം ഒന്ന്. പിന്നെ എസ്സേ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലോജിക്, പ്രെഡിക്കേറ്റ്, പ്രൊപ്പോസിഷണലും ഫസി ലോജിക്കിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ എസ്സേ ആയിട്ടും എഴുതണം. ഇനി നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീംസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 5-6 എണ്ണം പിന്നെ എഴുതണം. ഓരോന്ന് ഇപ്പോൾ ലോജിക് ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതലുണ്ട്, അതുകൊണ്ട് ഒരു പേജ് എഴുതണം. പ്രൊപ്പോസിഷൻ എന്ത്, പ്രെഡിക്കേറ്റ് എന്തുവാ, ഫസി എന്തുവാ എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് റൂൾസ് ആണ്. അപ്പോൾ റൂൾസിനെ കുറിച്ചും പറയേണ്ടത് എന്താ, മറ്റൊരു നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീമാണ്. വിച്ച് ഈസ് എക്സ്ട്രീംലി പോപ്പുലർ ഇൻ നേച്ചർ. എ പ്രൊഡക്ഷൻ റൂൾ ഓർ സിംപ്ലി എ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് a conclusion or an action or a consequence is sure to take place if the situation is in the if part happens. അതായത് ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് റൂൾസ് എന്ന് പറയുന്നത്. ഇഫ് കണ്ടീഷൻ ദെൻ ആക്ഷൻ, അല്ലെങ്കിൽ ഇഫ് പിന്നെ കണ്ടീഷൻ ആൻറ്റിസിഡൻറ്റ് ദെൻ കോൺസിക്വൻസ് എന്നും പറയാം. അപ്പോൾ ഇഫ് കണ്ടീഷൻ ദെൻ ദർ ഈസ് സംതിങ് ഗോയിങ് ടു ഹാപ്പൻ എന്നാണ്. ഒരു കണ്ടീഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടക്കും എന്നാണ്. അപ്പോൾ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് റെപ്രസെൻറ്റിംഗ് നോളജ് വെയർ ദർ ഈസ് എ കൺക്ലൂഷൻ ഓർ എൻ ആക്ഷൻ ഓർ എ കോൺസിക്വൻസ് ഈസ് ഷുവർ ടു ടേക്ക് പ്ലേസ്. എപ്പോഴാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? ഇഫ് കണ്ടീഷൻ ഓക്കെ ആകുകയാണെങ്കിൽ. ഇഫ് ട്രൂ എന്താ, ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദെൻ ഈ പറഞ്ഞാണ്. ഇനി കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ റൂൾസ് ആർ യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇഫ് എ ദെൻ ബി, അല്ലെങ്കിൽ നമുക്ക് ലോജിക്ക് ഫോമിൽ ഇതേ റൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എ ഇംപ്ലൈസ് ബി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, എ ഇംപ്ലൈസ് ബി ലോജിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഇഫ് എ ദെൻ ബി എന്നാണ്. ഓക്കെ, അതൊരു സിംബോളിക് നൊട്ടേഷനാണ്. ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ടു ഹാവ് സിമിലർ ലോജിക്കൽ മീനിങ് ആസ് ദ ഫോളോയിങ്. എ ഇംപ്ലൈസ് ബിക്ക് തുല്യമാണ് ഇഫ് എ ദെൻ ബി. എ ഈസ് കോൾഡ് ആൻറ്റിസിഡൻറ്റ് ആൻഡ് ബി ഈസ് കോൾഡ് കോൺസിക്വൻസ്. ഞാൻ പറഞ്ഞ കണക്ക് എ എന്ന് പറയുന്നത് ഇഫ് എ കണ്ടീഷൻ ദെൻ ബി കൺക്ലൂഷൻ, ഓക്കെ, അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്ന് പറയും. ഇഫ് സിറ്റുവേഷൻ ഇൻ ഇഫ് പാർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് വി സേ ദാറ്റ് റൂൾ ഈസ് സെറ്റ് ടു ബി ട്രിഗേർഡ്. ഇഫ് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റൂള് ട്രിഗറാണ്, ആക്ഷൻ ചെയ്യാനായിട്ട് ആണ്. ഇഫ് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ വാട്ട് ആർ ദ പ്രൊസീഡിങ് ആക്ഷൻസ് വിച്ച് വിൽ ബി executed. If the action part then is carried out the way we say the rule is said to be fired. ഇനി ആക്ഷൻ പാർട്ട്, അതായത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദെൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടത്തും. ആ കാര്യം നടത്തുമ്പോൾ നമ്മൾ പറയും എന്താണ്, റൂൾ ഈസ് ഫയേർഡ്. ഓക്കെ, ആക്ഷൻ നടത്തുകയാണെങ്കിൽ റൂൾ ഈസ് ഫയേർഡ്, ഓൾറെഡി അത് അപ്ലൈ ചെയ്തു എന്ന് പറയും. In general, a rule can have more than one antecedent, usually either combined by and or by or. അപ്പോൾ ആൻഡ് ഓർ ഉപയോഗിച്ച് നമുക്ക് കണ്ടീഷൻസ്, ആൻറ്റിസിഡൻസ് എഴുതാനൊക്കും, അതുപോലെ ആക്ഷൻസും എഴുതാനൊക്കും. ഇഫ് എ ആൻഡ് സി ദെൻ ബി ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കണ്ടീഷനാണ്, ബിയും മറ്റൊരു കണ്ടീഷനാണ്. ഇഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോഴത്തേന് രണ്ട് പേരുടെ പിന്നെ രണ്ട് കണ്ടീഷൻസ് പിന്നെ ഒബേ ചെയ്യണം. ഓക്കെ, അത് ലോജിക്കലി ആണെങ്കിൽ ആൻഡ് ഓറും ഈ സിമ്പിൾസ് ഉപയോഗിച്ച് ഇത് ചെയ്യും. ഇവിടെ ആണെങ്കിൽ ഓർ. സിമിലർലി എ റൂൾ മേ ഹാവ് മോർ ദാൻ വൺ കോൺസിക്വൻസ്. നേരത്തെ പറഞ്ഞാണ് ഇഫ് എ ആൻഡ് ബി ദെൻ സി ആൻഡ് ഡി എന്ന് എഴുതാം. അപ്പോൾ ദർ വിച്ച് യൂഷ്വലി സജസ്റ്റ് ദർ ആർ മൾട്ടിപ്പിൾ ആക്ഷൻസ് ടു ബി ടേക്കൺ. ഇഫ് എ ആൻഡ് ബി ദെൻ സി, ഇഫ് എ ആൻഡ് ബി ദെൻ എം. കണ്ടോ, രണ്ട് ഇഫ് ദെൻ റൂളും നോക്കിക്കഴിഞ്ഞാൽ ഇഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ട് കേസസിലും പിന്നെ വ്യത്യസ്തമാണ്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ കണക്ക് അത് ആപ്ലിക്കബിൾ ആണ്. ഇൻ ജനറൽ, ആൻറ്റിസിഡൻറ്റ് ഓഫ് എ റൂൾ കമ്പയർസ് ആൻ ഒബ്ജക്റ്റ് വിത്ത് എ പോസിബിൾ വാല്യൂ യൂസിങ് ആൻ ഓപ്പറേറ്റർ. യഥാർത്ഥത്തിൽ ആൻറ്റിസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷനാണ്. അവിടെ ഒരു കണ്ടീഷണൽ ചെക്ക് നടത്തുകയാണ്, ഒരു കമ്പാരിസൺ നടത്തും. ഇഫ് എ ഈസ് ഈക്വൽ ടു ബി, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതാണ് അവിടെ നടക്കുന്നത്. എ എന്ന് പറയുന്നത് അവിടെ സിംബോളിക്കായിട്ട് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ 45, പിന്നെ ബി എ ഗ്രേറ്റർ ദാൻ 25 എന്നൊക്കെ പറയുന്ന കേസാണ് അവിടെ. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ ഇഫ് എ ആൻഡ് ബി
അതെ, 2-3 ആൻറ്റിസിഡൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3, ഇഫ് നെയിം ഈസ് ബോബ്, ഇഫ് വെദർ ഈസ് കോൾഡ്. കണ്ടോ, ഇഫ് കണ്ടീഷനാണ്. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ, നെയിം ബോബ് എന്നാണെങ്കിൽ, വെദർ കോൾഡ് ആണെങ്കിൽ എന്നാണ് റൂൾസിൽ എഴുതുന്നത്. ഇങ്ങനെയാണ് റൂൾസ് ഇരിക്കുന്നത്. ഹിയർ ദ ഒബ്ജക്ട്സ് ബീങ് കൺസിഡേർഡ് ആർ എക്സ്, നെയിം ആൻഡ് വെദർ. എന്തൊക്കെ നെയിംസാണ് കൺസിഡർ ചെയ്യുന്നത്? എക്സ്, നെയിം, വെദർ. നിങ്ങൾ നോക്കിക്കേ, എക്സ്, നെയിം, വെദർ, അതല്ലേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒബ്ജക്ട്സ്. അതിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈസ്. വേണ്ട, ഗ്രേറ്റർ ദാൻ ഈസ്, നെയിം ഈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹിയർ ദ വാല്യൂ ആർ 3 ബോബ് ആൻഡ് കോൾഡ്. ഇവിടെ വാല്യൂ എന്തുവാ? 3 ബോബ് കോൾഡ്, 3 ബോബ് കോൾഡ്. ഇഫ് കണ്ടീഷൻ പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൊടുക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സം സാമ്പിൾ പ്രൊഡക്ഷൻ റൂൾ. സാമ്പിൾ റൂൾ 1, ഇഫ് ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ഈസ് ലെസ് ദാൻ 50 ദെൻ ഡിക്ലെയർ ഹിം ആസ് ഫെയിൽഡ്. കണ്ടോ, കണ്ടീഷനാണ് അല്ലെങ്കിൽ ആൻറ്റിസിഡൻ്റ് ആണ് ദ മാർക്ക് ഒബ്റ്റെയിൻഡ് ബൈ ദ കാൻഡിഡേറ്റ് ഈസ് ലെസ് ദാൻ 50 എന്നുള്ളത്. ദെൻ ആക്ഷൻ ആണ് ഡിക്ലെയർ ഹിം ആസ് ഫെയിൽഡ്. ഇങ്ങനെ ബാക്കിയുള്ളവരുടെ. ഓക്കെ, ഇനി ഇഫ് ദ കാർ ഡസ് നോട്ട് സ്റ്റാർട്ട് ആൻഡ് ദർ ഈസ് ഫ്യൂവൽ ഇൻ ദ വെഹിക്കിൾ ആൻഡ് ഇഗ്നിഷൻ സിസ്റ്റം ഈസ് വർക്കിംഗ് കറക്റ്റ്ലി ദെൻ ഫോൾട്ട് ലൈസ് ഇൻ ദ ഫ്യൂവൽ ഫ്ലോ. നോക്കിക്കേ, 2 ആൻഡ് ഉപയോഗിച്ച് വലിയൊരു കണ്ടീഷനാണ്. 2 കണ്ടീഷൻ ഒരുമിച്ച് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫോൾട്ട് ഫ്യൂവലിലാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ ഒക്കും. ഇനി സാമ്പിൾ റൂൾ 3 നോക്കിക്കുക. ഇഫ് ദെയർ ആർ മെറ്റീരിയൽ കൺസ്ട്രെയിൻസ് ഓർ ദെയർ ആർ ഫൈനാൻസ് കൺസ്ട്രെയിൻസ് ഓർ ദെയർ ആർ ഫാക്ടർ കൺസ്ട്രെയിൻസ് ദെൻ വിൽ ബി എ ഫോൾ ഇൻ ദി ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ. കണ്ടോ, 2, 3 ഓർ ആയിട്ടിരിക്കുന്നു. ഒന്നുകിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇതിനകത്ത് ഓക്കെ ആയാൽ മതി, എങ്കിൽ ആക്ഷൻ നടക്കും. ശരി, ഇതാണ് റൂൾസ്.